നിഞ്ച മുതൽ സിലമ്പാട്ടം വരെയുള്ള ആയോധന കലകളിൽ മികവുറ്റ പരിശീലനവും ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ തിളക്കവുമായി രാജ്യത്തിന്റെ ശ്രദ്ധ നേടുകയാണ് ഇന്റർനാഷണൽ അക്കാദമി ഓഫ് നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ്. ജാപ്പനീസ് ആയോധന കലയായ നിഞ്ചയും കിക്ക് ബോക്സിംഗും തായ്ലൻഡ് ആയോധന കലയായ മുവായ് തായും പെനാക് സൈലാത്തും തമിഴ്നാട്ടിലെ പാരമ്പര്യ ആയോധന കലയായ സിലമ്പാട്ടവും ഉൾപ്പെടുത്തി MMA എന്ന സിലബസാണ് അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും നിഞ്ച എന്ന ആയോധന കലയ്ക്കുള്ള പരിശീലനമാണ് അക്കാദമിയിൽ നടക്കുന്നത്. അക്കാദമിയിലെ പരിശീലന കേന്ദ്രത്തെ ഡോജോകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പഠനത്തിനായി എത്തുന്ന ശിക്ഷാർത്ഥികൾ ഈ ഡോജോയെയും പഠിപ്പിക്കുന്ന മാസ്റ്ററെയും ബോ എന്ന അഭിവാദനം അർപ്പിച്ചു വേണം പ്രവേശിക്കാൻ എന്നാണ് നിയമം. കഠിനമായ വ്യായാമ മുറകളാണ് നിഞ്ചയിലുള്ളത്. ഒപ്പം പരിശീലന മികവനുസരിച്ച് വൈറ്റ് ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് വരെ നിഞ്ചയിൽ അംഗീകാരമായി ലഭിക്കും. അക്കാദമികളിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ബെൽറ്റുകൾ സ്വന്തമാക്കിയവരാണ്. കിക്ക് ബോക്സിംഗിൽ മികച്ച പരിശീലനമാണ് അക്കാദമിയിലുള്ളത്. അതിനായുള്ള സാധന സാമഗ്രികൾ അക്കാദമിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മുവായ് തായ്, പെനാക് സൈലാത്ത് എന്നിവയിലും അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. സിലമ്പാട്ടമാണ് ഏറ്റവും പുതിയതായി അക്കാദമിയിൽ കോഴ്സിൽ ഉൾപ്പെടുത്തിയ ആയോധന കല. ഈ ആയോധന കലകളിൽ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലെ സ്വർണ്ണ മെഡൽ നേട്ടമാണ് അക്കാദമിയെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിയത്. നമ്മുടെ അക്കാദമിയുടെ പേര് നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് അക്കാദമി. നമുക്ക് 11ഓളം ഡോജോകളുണ്ട്. നമ്മുടെ അക്കാദമിയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആർ രാജേഷാണ്. പുള്ളി ഇപ്പോൾ മുയ്തായുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് ജാർഖണ്ഡ്. നമുക്ക് ഫസ്റ്റ് ഗോൾഡുണ്ട്. ഇപ്പം 6 വയസ്സിലുള്ള ഒരു കാറ്റഗറി ഒരു ഗോൾഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് മെഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ഈ മന്ത് ലാസ്റ്റിലേക്ക് ഫെൻസിക്സിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. അതിനിവിടുന്ന് ഒരു 40ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ടോട്ടൽ നമ്മുടെ അക്കാദമിയുടെ ഒരു 85 കുട്ടികളോളം പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം ഓവറോൾ എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ പ്രാവശ്യം നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു 7ഓളം ആർട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നിഞ്ചയാണ്. അതുപോലെ കിക്ക് ബോക്സിങ്, മുയ് തായ്, സിക്സിലാട്ട്, ചൈനീസ് കുങ്ഫു, റാപ്പിളിംഗ് എന്ന ഒരു ആർട്ടുണ്ട്. അതിൻ്റെ അഫിലിയേഷൻ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ MMA എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പ്രാപ്തരാകും. കേന്ദ്ര സർക്കാർ പെൺകുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വെച്ച് നടന്ന പെനാക് സൈലാത്ത് മത്സരത്തിലും 2024 നടന്ന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലും ഉൾപ്പെടെ നിരവധി സ്വർണ്ണ മെഡലുകൾ അക്കാദമിയിലെ കുട്ടികൾ ഇതിനോടകം വാരിക്കൂട്ടിയിട്ടുണ്ട്. ബോക്സിംഗ്, മുവായ് തായ്, ചൈനീസ് കുങ്ഫു തുടങ്ങിയവയിൽ അതാത് സംഘടനകളിൽ പ്രധാനപ്പെട്ട അഫിലിയേഷൻസ് അക്കാദമിക്കുണ്ട്. നിലവിൽ നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് അക്കാദമിക്ക് കീഴിൽ മാങ്കുഴി, പൂഴിക്കാട്, പന്തളം, അടൂർ, മാവേലിക്കര, ചാരുമൂട്, കാരക്കാട്, തിരുവനന്തപുരം, വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിൽ ഡോജോകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആർ രാജേഷാണ് അക്കാദമിയുടെ മുഖ്യ പരിശീലകനും ഡയറക്ടറും. ഇങ്ങനെയൊരു സംരംഭം രൂപപ്പെടാൻ കാരണമായത് സഹപാഠികളായ ആർ രാജേഷിന്റെയും മനോജ് കുമാറിന്റെയും കണ്ടുമുട്ടലാണ്. 2018 ഇന്റർനാഷണൽ കോച്ച് ആൻഡ് ജഡ്ജ് സർട്ടിഫിക്കറ്റ് നേടിയ ആളാണ് ആർ മനോജ് കുമാർ. നിഞ്ചസ്തുവിൽ 7ാമത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ധാരിയും ഇന്റർനാഷണൽ കോച്ചുമാണ് ആർ രാജേഷ്. ഇരുവരുടെയും ഒത്തുചേരൽ ആയോധന കലയിൽ പ്രതിഭകളെ സൃഷ്ടിക്കുന്ന ഒരു അക്കാദമിയുടെ പിറവിക്ക് കാരണമായി.